ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് പൊതുവായുള്ള കാര്യങ്ങളാണ് ഈ ഫലങ്ങളിൽ പറയുന്നത്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ രാശിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് അതിന്റെ പ്രത്യേകമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് അതിന്റെ വിശദമായ കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം നോക്കിയെങ്കിൽ മാത്രമേ അറിയുവാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ എല്ലാ നക്ഷത്രക്കാരുടെയും പൊതുവായുള്ള കാര്യങ്ങളാണ് നക്ഷത്രഫലത്തിൽ പറയുന്നത്. ഇന്ന് പറയുവാൻ പോകുന്നത് പൂരാട നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഈ ജൂൺ 10 മുതൽ മാസാവസാനം വരെ 2025 ഈ ജൂൺ 10 മുതൽ മാസാവസാനം വരെ നടക്കുന്ന സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട അവരുടെ വിജയവും അവർക്കുള്ള മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് ഈ ജൂൺ മാസം 10 മുതൽ ഉള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. അതുപോലെ പെരുമാറ്റവും വിനയമുള്ളവരും ദൈവീക സ്നേഹമുള്ളവരും ഒക്കെയാണ് പൂരാട നക്ഷത്രക്കാർ. അതുപോലെ തീർത്തും യുക്തിപരമായിരിക്കും പല തീരുമാനങ്ങളും. വിശ്വാസങ്ങളൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. എഴുതുവാനുള്ള ഒരു ഗുണവും അവർക്കുണ്ട്. അതുപോലെ കലാ ആസ്വാദകരാണ്. എങ്കിൽ തന്നെയും അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഈ രാശിപ്രകാരം ഉണ്ടാവുന്ന പൂരാട നക്ഷത്രക്കാരുണ്ട്. അതൊക്കെ മാറ്റിയെടുക്കണം. പൂരാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല ഒരു സമയം വരികയാണ്. 10-ാം തീയതി മുതൽ ആ സമയം മുതൽ മാസാവസാനം വരെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതായത് നിങ്ങൾ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യും. ജോലി സാധ്യതകൾ, വാഹനം വാങ്ങൽ, അതുപോലെ വീട് വെക്കുവാനുള്ള ലോണൊക്കെ പിടിച്ചിരുന്നവർക്ക് അതൊക്കെ മുടങ്ങിക്കിടന്നൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയമാണ്. ജോലിക്കയറ്റം, അതുപോലെ ജോലിയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാം. കേസും വഴക്കും കോടതിയുമായിട്ട് നടന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ്. അതൊക്കെ ഒന്ന് ശമിച്ചു വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കുറച്ച് നാളത്തേക്ക് അത് നല്ല രീതിയിൽ മാറ്റം വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒരു വലിയ സമാധാനം ഉണ്ടാകുന്ന സമയമാണ് പൂരാട നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ഈ ജൂൺ 10 മുതൽ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച ചില കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലിയുള്ളവർക്ക്, വിദേശത്ത് നിന്ന് വന്നിട്ട് തിരിച്ചു പോകാൻ കഴിയാത്തവർക്ക് അവർക്കൊക്കെ നല്ലൊരു അവസരങ്ങൾ വരും. അത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന നഴ്സിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നല്ല ഒരു അവസരങ്ങളാണ്. ആണായാലും പെണ്ണായാലും അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിലേക്ക് പ്രവേശിക്കാം. നല്ല ശമ്പളത്തോടെയുള്ള ഉയർന്ന ജോലിയൊക്കെ ആയിരിക്കും ലഭിക്കുക. അതുപോലെ വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് പൂരാട നക്ഷത്രം എന്നുള്ളത്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം അങ്ങോട്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. ചിലരുടെ രാശിപ്രകാരമുള്ള ദോഷങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് ശനിദോഷങ്ങളോ പിതൃദോഷങ്ങളോ നാഗദോഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേരും. ഈ ജൂൺ 10 മുതൽ നിങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. കാരണം അത് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ അത് അറിയുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ദൈവികമായ തീരുമാനങ്ങളൊക്കെ എടുക്കണം. അത് കൂടാതെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുക, ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുക, അതൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ സാഹചര്യം അനുസരിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ വിശ്വാസത്തോടെ വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അതുകൊണ്ട് തന്നെ എല്ലാം ക്ഷമയോടെയും അതുപോലെ തന്നെ ശരിയായ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ തീർത്തും ആലോചിച്ചും കണ്ടുമൊക്കെ ഇറങ്ങിത്തിരിക്കണം. ഈ 2025 ജൂൺ 10 മുതൽ മാസാവസാനം വരെ നിങ്ങൾക്ക് നല്ല സമയം വന്നു ചേരുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്ന അസുഖങ്ങളൊക്കെ കുറച്ച് ഒന്ന് കുറഞ്ഞു വരുന്ന സമയമാണ്. അതുപോലെ ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒത്തിരിപ്പാവും. അയൽക്കാരുമായി ഉണ്ടായിരുന്ന വസ്തുതർക്കങ്ങൾ, വഴിത്തർക്കങ്ങളൊക്കെ മാറി വരുന്ന സമയമാണ്. കൂടാതെ മക്കളും ഭാര്യയും ഒക്കെ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പെരുമാറുന്ന സമയമാണ്. കുട്ടികൾക്ക് ഉപരിപഠനത്തിലുള്ള അവസരങ്ങൾക്കുള്ള സാമ്പത്തിക നമുക്ക് ലഭിക്കാനായി ബാങ്കുകൾ മുഖേന നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. നിങ്ങളുടെ ജോലിയിൽ തന്നെ മാറ്റങ്ങൾ, സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കും. ശമ്പളം, മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ കൂടുതലായി ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങി വരാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ വാഹനയാത്രകളിലൊക്കെ ചെറുതായി ശ്രദ്ധിക്കണം. ചെറിയ വീഴ്ചകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊന്ന് ശമിക്കുന്ന സമയമാണ്. രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന്റെ ഡോസുകളൊക്കെ കുറച്ച് കഴിച്ച് വരണ്ടുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ്. അതൊക്കെ നല്ലൊരു സമയം വരുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള നല്ല ചിട്ടകളായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിത്വത്തിലെ ഗുണങ്ങൾ ഉള്ളവരാണ്. സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ആദരവും ലഭിക്കുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. കൂടാതെ തന്നെ അവർക്ക് നല്ലൊരു ജീവിത ഉയർച്ച ഒരു 30 വയസ്സ്, 42 വയസ്സ്, 52 വയസ്സ് എന്നീ സമയങ്ങളിലൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉള്ളവരൊക്കെ നിങ്ങളുടെ നാളിന്റെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കണം. അതുപോലെ ശനിദോഷം ഉള്ള നക്ഷത്രങ്ങളായിരിക്കും ചില നക്ഷത്രങ്ങൾ. അത് ജന്മരാശിയുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളാണ്. അതൊക്കെ നോക്കി കൃത്യമായി വേണം നിങ്ങൾ അതിലെ തീരുമാനങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകും. ഇപ്പൊ പൊതുവായ എല്ലാവരുടെയും ഗുണങ്ങളാണ് പറയുന്നത്. പൊതുവായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പൂരാട നക്ഷത്രത്തിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യസന്ധമായി പെരുമാറുന്നവരൊക്കെ തന്നെയാണ്. പരിശുദ്ധമായ ഹൃദയമുള്ളവരാണ്.
വൈദ്യരംഗത്ത് പ്രത്യേകമായ വിജയം നേടുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. യോഗയിലും മതപരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ളവരാണ്. ബിസിനസ്സിൽ യഥാർത്ഥ വിജയം കൈവരിക്കും. എന്നാൽ ചില വ്യവസ്ഥകളൊക്കെ വെച്ചുകൊണ്ട് വേണം തൊഴിലാളികളെ കൂടെ നിർത്തുവാൻ. സത്യസന്ധരും വിശ്വാസയോഗ്യമുള്ളവരൊക്കെ ആയിരിക്കണം എന്നതും കൂടി നിങ്ങൾ ആലോചിച്ച് വേണം നിങ്ങൾ നിർത്തേണ്ടത്. എല്ലാവരുടെയും എല്ലായ്പ്പോഴും നിങ്ങൾക്ക് സ്നേഹവും പ്രതിബദ്ധതയുമുള്ള ഒരു നക്ഷത്രമാണ്. വ്യക്തിത്വം ഉള്ള നക്ഷത്രമാണ്. സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന നക്ഷത്രമാണ്. വിവിധ കലകളിലും അതുപോലെ അഭിനയത്തിലും മറ്റുള്ള കലാപരമായ കാര്യങ്ങളിലുമൊക്കെ താല്പര്യമുള്ളവരാണ് പൂരാട നക്ഷത്രക്കാർ. അവയെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കുന്നവരാണ്. സത്യസന്ധമായി പെരുമാറുന്നതിനാൽ പലരോടും നല്ല രീതിയിൽ അവർക്ക് അടുത്ത് ഇടപെടാൻ കഴിയുന്നതിനാൽ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും. ഒരു മാതൃകാ സുഹൃത്ത് എന്ന് എല്ലാവരും വിളിക്കുകയും ചെയ്യും പൂരാട നക്ഷത്രക്കാരെ. എന്നാൽ സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ കൂടെ നിലനിർത്തുന്നവരാണ്, വാക്ക് പാലിക്കുന്നവരാണ്. പുരുഷനായാലും സ്ത്രീയായാലും പൂരാട നക്ഷത്രക്കാർ നല്ല മികച്ച പ്രവൃത്തികൾ ചെയ്യുന്നവരും സുന്ദരന്മാരും സുന്ദരികളും ജീവിതത്തിൽ നല്ല നിഷ്ഠയോടുകൂടി പോകുന്നവരൊക്കെ ആയിരിക്കും. സ്ത്രീകൾക്ക് മികച്ച കുടുംബം ദാമ്പത്യമൊക്കെ ലഭിക്കും. അതുപോലെ വിദേശത്തുള്ള നഴ്സിംഗ് ജോലികൾക്കൊക്കെ പോകാൻ പറ്റിയ സാഹചര്യമാണ്. നല്ല ആകർഷണമുള്ളവരാണ് സ്ത്രീകൾ. ഊർജ്ജസ്വലതയുണ്ട്. അതുപോലെ തന്നെ ചില വിപരീത സാഹചര്യങ്ങൾ പോലും പിന്തിരിഞ്ഞു നിൽക്കുകയില്ല. നുണകൾ പലത് കേട്ടാലും അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നവരാണ് പൂരാട നക്ഷത്രക്കാർ. സത്യസന്ധരായിരിക്കും. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചിട്ടയും അടുക്കുമൊക്കെ ഉണ്ട്. ഇപ്പോൾ സാമ്പത്തികമായി ഉണ്ടാകുന്ന വിഷമതകളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ് 2025 ജൂൺ 10 മുതൽ. അത് നിങ്ങൾ അറിഞ്ഞു പ്രവർത്തിച്ചാൽ നിങ്ങളുടെ സമയങ്ങളൊക്കെ നല്ല രീതിയിൽ മാറി വരുന്ന സമയം എന്നുള്ളത് നിങ്ങൾക്ക് ദോഷഫലങ്ങളൊക്കെ മാറ്റി നിങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് പോകും. ജീവിതം നല്ല രീതിയിൽ ഉയർന്ന സാമ്പത്തിക നിലയിലേക്കും അതുപോലെ അഭിമാനകരമായ നേട്ടങ്ങളിലേക്കുമൊക്കെ പൂരാട നക്ഷത്രക്കാർക്ക് പോകാനുള്ള സമയമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം ദൈവിക ഇച്ഛയോടുകൂടി മുന്നോട്ട് പോകാൻ. ദേവീ ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ ശ്രീരാമ ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി ഇടയ്ക്ക് ഭജിക്കുകയോ അല്ലെങ്കിൽ അർച്ചനകൾ നടത്തുകയൊക്കെ ചെയ്യണം. ദേവിക്ക് കടുംബാസ് പായസമൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും. ശനിദോഷ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ശനിയൊക്കെ മാറ്റിയെടുക്കണം. നല്ല രീതിയിലുള്ള ദോഷഫലങ്ങളൊക്കെ ഉള്ളവരത് തീർച്ചയായും മാറ്റിയെടുത്താൽ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. പൂരാട നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ബിസിനസ്സിൽ ചെറുകിട വലിയ വ്യവസായങ്ങളിലേക്കൊക്കെ പോയാൽ ഇപ്പോൾ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ലോണുകൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ വാഹനങ്ങൾ വാങ്ങാൻ ശ്രമിച്ചിരുന്നവർക്ക് അത് നടക്കും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനം എടുക്കാൻ കഴിയും. വിദ്യാർത്ഥികളാണെങ്കിൽ പഠന മികവ് ഉണ്ടാകും. അതുപോലെ കുടുംബത്തിൽ സ്വസ്ഥമായ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ജീവിതം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പച്ചപിടിച്ച് പോകും എന്ന് ഒന്നുകൂടി വിശ്വാസമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അധികം ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഉയർന്ന നിലയിലെത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. പുതിയ വീട് വെക്കാനുള്ള സാഹചര്യങ്ങൾ, വസ്തു വാങ്ങാനുള്ള സാഹചര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മികവുണ്ടാകും. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ ചിട്ടയായ കാര്യങ്ങളും ഉയർച്ചയിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് പൂരാട നക്ഷത്രക്കാർ നല്ല രീതിയിൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ വഴിപാടുകളും ഒക്കെ നടത്തി തന്നെ മുന്നോട്ട് പോകണം. ദോഷങ്ങളൊക്കെ ഉണ്ട്, മാറ്റിയെടുക്കണം. ശനിദോഷങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട്, അത് നോക്കി അതിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രിയകളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വൻ മുന്നേറ്റമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെയാണ് പൂരാട നക്ഷത്രത്തെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. ഇനിയും കാര്യങ്ങളൊക്കെ പിന്നാലെ മറ്റുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നതായിരിക്കും. ഇതുവരെയും നക്ഷത്ര ജ്യോതിഷഫലം കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.